السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. أما بعد, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ കനിഞ്ഞു നൽകിയ പരിശുദ്ധ റമളാനിനെ അവൻ്റെ കോടതിയിൽ അനുകൂലമായി സാക്ഷി നിന്ന് റമളാനിൻ്റെ ഗുഡ് സർട്ടിഫിക്കറ്റ് കിട്ടി രക്ഷപ്പെടുന്ന മഹാഭാഗ്യവാന്മാരുടെ ലിസ്റ്റിൽ അള്ളാഹു നമ്മളെ ചേർത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, വിശുദ്ധ റമളാനിൻ്റെ ഒന്നാമത്തെ രാത്രി മുതൽ നമ്മൾ റബ്ബിനോട് ചോദിച്ചു കൊണ്ടിരിക്കുന്ന കാര്യമാണ് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നഹ് വഅഊദു ബിക മിനന്നാർ. വലിയ ചോദ്യമാണ് റബ്ബിനോട് നമ്മൾ ചോദിച്ചു കൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ രണ്ട് കാര്യത്തിൽ അള്ളാഹുവിനെ നമ്മൾ സന്തോഷപ്പെടുത്തി. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്, ഇത് പറഞ്ഞ് നമ്മളെ റബ്ബിനെ സന്തോഷപ്പെടുത്തി. റബ്ബിന് ഭയങ്കര ഇഷ്ടമാണത്. ഈ രണ്ട് വാക്കൊരടിമയുടെ വായിൽ നിന്ന് കേൾക്കാൻ അള്ളാഹു വല്ലാതെ ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഭൂമിയിൽ ഒരു മനുഷ്യൻ ഉച്ചരിക്കുന്ന വാക്കുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ വാക്ക്, പടച്ചവനെ സന്തോഷിപ്പിക്കുന്ന വാക്ക് അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം. അള്ളാഹുവിന് വലിയ സന്തോഷമാണ്. എന്നിട്ട് പിന്നെ റബ്ബിനോട് നമ്മൾ ചോദിക്കുന്നു അസ്അലുക്കൽ ജന്നഹ്, അള്ളാഹുവേ എനിക്ക് സ്വർഗം തരണം, എനിക്ക് സ്വർഗം തരണം. പടച്ചവനോട് ചോദിക്കുകയാണ്. ആ സ്വർഗം നമുക്ക് കിട്ടാതെ പോയാൽ നമ്മുടെ ജീവിതം വെറുതെയായി പോയില്ലേ? പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ആ സ്വർഗം നമുക്ക് കിട്ടണം. അതിനു വേണ്ടി പ്രാർത്ഥിക്കണം. ആ പ്രാർത്ഥനയിൽ അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമയുടെ തിരുസബിതത്തിലേക്ക് ഒരു മനുഷ്യൻ വന്ന് സ്വർഗത്തെക്കുറിച്ച് അള്ളാഹിന്റെ റസൂൽ ഇങ്ങനെ വശ്യമായിട്ട് വിശദീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ സ്വർഗത്തിന്റെ മഹിമ, ആ സ്വർഗത്തിന്റെ വിശാലത, ആ സ്വർഗത്തിന്റെ സൗരഭ്യം, അതിങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെ വിശദീകരിക്കുമ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് ഒരു സ്വഹാബി വര്യൻ എഴുന്നേറ്റുകൊണ്ട് ചോദിച്ചു, നബിയേ എനിക്ക് ആ സ്വർഗം കിട്ടണം, അതിനുവേണ്ടി എനിക്ക് ആ സ്വർഗം എളുപ്പം കിട്ടണം നബിയേ, അതിനുവേണ്ടി ഞാൻ എന്താണ് നബിയെ ചെയ്യേണ്ടത്? അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇത് വലിയൊരു ചോദ്യമാണ്. കാരണം സ്വർഗത്തിൽ എളുപ്പം പോകണം. നമ്മളൊക്കെ സ്വർഗം ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ആ സ്വർഗത്തിലേക്ക് നമ്മൾ എളുപ്പം പോകാൻ നമ്മൾ എന്ത് സെറ്റപ്പ് ചെയ്തു എന്ന് ഓരോരുത്തരും ഓർക്കുന്നത് നല്ലതാണ്. ഈ സമയം അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞൊരു വാക്കുണ്ട്. എന്തേ? എളുപ്പത്തിൽ നിങ്ങൾക്ക് സ്വർഗം പോകണം അല്ലേ? അതല്ലേ നീ ചോദിച്ചിരിക്കുന്നത്? ഈ സമയം റസൂലുള്ള പറഞ്ഞു, 3 കാര്യങ്ങൾ നിന്റെ ജീവിതത്തിൽ ഉണ്ടായാൽ നിനക്ക് എളുപ്പത്തിൽ സ്വർഗം പോകാൻ സാധിക്കും. എളുപ്പത്തിൽ നിന്നെ സ്വർഗത്തിന്റെ മാലാഖമാര് വന്നിട്ട് നിന്നെ കൊണ്ടുപോകും. 3 കാര്യങ്ങൾ നിന്റെ ജീവിതത്തിൽ ഉണ്ടാകണം. ഒന്ന്, റസൂലുള്ള പറഞ്ഞത് തുഅ്തി മൻ ഹറമക്, നിനക്ക് വിലങ്ങിയവർ, നിനക്ക് തരാത്തവർക്ക് നീ അങ്ങോട്ട് കൊടുക്കണം. ജീവിതത്തിൽ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമ്മളിനി കൊടുക്കാൻ ശ്രമിച്ചാലും നമ്മളുടെ കൂടുള്ളവർ പറയും കൊടുക്കണ്ട അല്ലേ, സമൂഹം പറയും കൊടുക്കണ്ട. എന്നാൽ പ്രവാചകൻ പറയുന്നു, നിനക്കാരാണോ വിലങ്ങിയത് അവർക്ക് നീ കൂടുതൽ കൊടുത്തുകൊണ്ടിരിക്കണം. സ്വർഗത്തിലേക്കുള്ള എളുപ്പവഴിയിൽ ഒന്നാമത്തെ മാർഗം പുന്നാര പ്രവാചകൻ പഠിപ്പിച്ചു തരികയാണ്. രണ്ടാമത്തെ മാർഗം അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, വതസ്ലൂമൻ ഖതഅക്, കുടുംബബന്ധം ചേർത്തവരുമായി, കുടുംബബന്ധം മുറിച്ചവരുമായി നീ കുടുംബബന്ധം ചേർക്കണം. വലിയ മഹത്വമാണ്. ഇവിടെ അല്പം വിശദീകരിക്കാനുണ്ട്. കുടുംബബന്ധം ചേർക്കുക എന്ന് പറഞ്ഞാൽ അത് ചെറിയ കാര്യമല്ല. കുടുംബബന്ധം നമ്മൾ മുറിച്ചവരാണ് എങ്കിൽ നമ്മളുടെ ഒരു അമലും പടച്ച റബ്ബ് സ്വീകരിക്കൂല. നമ്മുടെ നിസ്കാരം അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ, നമ്മളുടെ നോമ്പ് അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ, നമ്മളുടെ ഹജ്ജ് അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ, നമ്മുടെ സൽപ്രവർത്തനങ്ങൾ പടച്ച റബ്ബ് സ്വീകരിക്കണമെങ്കിൽ നമ്മൾ കുടുംബമഹിമ നിലനിർത്തുന്നവരായിരിക്കണം. കുടുംബബന്ധം മുറിച്ചവരിൽ നിന്ന് ഒരു അമലും പടച്ചവൻ സ്വീകരിക്കുകയില്ല. എന്തിനധികം പരിശുദ്ധ കഅബാലയത്തിന്റെ കില്ല പിടിച്ചുകൊണ്ട് അള്ളാഹുവിനോട് പൊറുക്കണേ, എനിക്ക് സ്വർഗം തരണേ എന്നൊരു വിശ്വാസി തേടുമ്പോൾ അവന്റെ
തേട്ടമങ്ങ് അള്ളാഹുവിന്റെ അർശ് മുറിച്ചിട്ട് അള്ളാഹുവിന്റെ സവിധത്തിൽ എത്തുകയാണ്. എത്തുന്ന സമയത്ത് അള്ളാഹു അവനിക്ക് ഉത്തരം ചെയ്യുമെന്ന കണ്ടീഷൻ എത്തുമ്പോൾ പടച്ച റബ്ബ് പറയുമത്രേ, പടച്ച റബ്ബിന്റെ സവിധത്തിൽ കുടുംബബന്ധം വരും. എന്നിട്ട് അള്ളാഹുവിനോട് പറയും, അള്ളാഹുവേ, അവന്റെ പ്രാർത്ഥന, കഅബയുടെ കില്ല പിടിച്ചുകൊണ്ടുള്ള അവന്റെ പ്രാർത്ഥന സ്വീകരിക്കേണ്ട റബ്ബേ, എന്നെ മുറിച്ചവനെ. എന്നിട്ട് അവിടെ നിന്നുകൊണ്ട് കുടുംബബന്ധം പ്രാർത്ഥിക്കുമത്രേ. റസൂലുള്ള പഠിപ്പിച്ചു തരികയാണ്. ഓർക്കണം, ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അവിടുത്തെ സ്വഹീഹിലും, ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു അവിടുത്തെ സ്വഹീഹിലും, ഇമാം തുർമുദി റളിയല്ലാഹു അൻഹു അവിടുത്തെ സുനനിലുമൊക്കെ രേഖപ്പെടുത്തുകയാണ്. എന്തേ കുടുംബബന്ധം? പടച്ചവന്റെ സവിധത്തിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നത്, പടച്ചവന്റെ സവിധത്തിൽ ചെന്ന് നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരാളെ ഉള്ളു, അത് കുടുംബബന്ധം മാത്രമാണ്. വേറൊരാൾക്കും അങ്ങോട്ട് പ്രവേശനമില്ല. പക്ഷേ കുടുംബബന്ധത്തിന് അവിടെ പ്രവേശനമുണ്ട്. കുടുംബബന്ധം പ്രാർത്ഥിക്കുന്നു. വമൻ വസല വസലഹുല്ലാഹ്, അല്ലാഹുവേ, എന്നെ ചേർത്തവനെ നീ ചേർക്കണം, അല്ലാഹുവേ, ആരാണോ എന്നെ മുറിച്ചത് അവനെ നീ മുറിച്ചു കളയണം. അവന് സ്വസ്ഥത കൊടുക്കരുത്, അവന് സമാധാനം കൊടുക്കരുത്, അവന് ദീർഘായുസ് കൊടുക്കരുത്. ശ്രോതാക്കളെ ശ്രദ്ധിക്കണം, അവന് ദീർഘായുസ് കൊടുക്കരുത്. അതുകൊണ്ട് പ്രവാചകൻ പറഞ്ഞു, കുടുംബബന്ധം മുറിക്കുന്നവർക്ക് ദീർഘായുസില്ല, ഏത് സമയത്തും അവർ മരണപ്പെട്ടു പോകും. ഒന്നീ സൈലന്റ് അറ്റാക്ക്, അല്ലെങ്കിൽ വൈലന്റ് അറ്റാക്ക്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഗുരുതരമായ രോഗങ്ങൾ പെട്ടെന്ന് പിടിപെട്ടുകൊണ്ട് പെട്ടെന്നുള്ള മരണങ്ങൾ നമ്മൾ കാണുന്നില്ലേ? പ്രവാചകൻ പറയുന്നു, കുടുംബ ബന്ധങ്ങൾ മുറിക്കുമ്പോൾ അല്ലാഹു തരുന്ന ശിക്ഷയാണ് ഇത്തരത്തിലുള്ള പെട്ടെന്നുള്ള മരണങ്ങളെന്ന് പ്രവാചകർ പഠിപ്പിക്കുമ്പോൾ. ഓർക്കണേ പ്രിയപ്പെട്ടവരെ, അള്ളാന്റെ റസൂൽ സ്വർഗത്തിലേക്കുള്ള എളുപ്പ വഴി ചോദിച്ചപ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകൻ രണ്ടാമതായി പറഞ്ഞത്, അതെ, നിന്റെ കുടുംബ ബന്ധം മുറിച്ചവരോട് നീ ചെന്ന് ചേർക്കുക. ഇങ്ങോട്ട് നിന്റെ ബന്ധുക്കാർ വരുന്നില്ലെങ്കിലും നീ അങ്ങോട്ട് പോകണം. അതാണ് സ്വർഗത്തിലേക്കുള്ള എളുപ്പവഴി. അല്ലാതെ വാളുമെടുത്ത് ജിഹാദ് ചെയ്യാനല്ല പറഞ്ഞത്, സിറിയയിലേക്ക് ആടുമയിക്കാൻ പോകാനല്ല പ്രവാചകൻ പറഞ്ഞത്. അള്ളാന്റെ ഹബീബ് പറഞ്ഞത് കണ്ടോ? അതേ, കുടുംബ ബന്ധങ്ങൾ ചേർക്കുക. മൂന്നാമതായി റസൂലുള്ള പറഞ്ഞു, നിന്നെ ആക്രമിച്ചവർക്ക് നീ മാപ്പ് നൽകുക. നിന്നെ ആക്രമിച്ചവർ ആരോ അവർക്ക് നീ മാപ്പ് നൽകുക. ഈ മൂന്ന് കാര്യം മോനെ നിന്റെ ജീവിതത്തിൽ ഉണ്ട് എങ്കിൽ നീ റബ്ബിന്റെ സ്വർഗത്തിൽ പെട്ടെന്ന് കടക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് നമുക്ക് പഠിപ്പിച്ചു തരുമ്പോൾ, വിശുദ്ധ റമളാനിന്റെ പവിത്രമായ രാവുകളിൽ തറാവീഹ് നിസ്കരിച്ചുകൊണ്ട് വസ്അലുകൽ ജന്ന എന്ന അല്ലാഹുവിനോട് സ്വർഗം ചോദിക്കുമ്പോൾ, അല്ലാഹു നമുക്ക് പെട്ടെന്ന് സ്വർഗം തരണമെങ്കിൽ ഈ മൂന്ന് കാര്യം വിശ്വാസികളെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് വിനയത്തോടെ അധ്യമന്റെ ശരീരത്തിനോടും പിന്നെ നിങ്ങളോടും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അള്ളാഹു നമ്മുടെ കുടുംബ മഹിമകൾ, ബന്ധങ്ങൾ ശക്തമാക്കി നിലനിർത്തി തന്ന് അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിരമിക്കുന്നു. ദുആ വസിയത്തോടുകൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.